ഒരു മാപ്പിരക്കലിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. സാർ, താഴ്മയായി പറയാൻ ഇതിനപ്പുറം എങ്ങനെയാണ് പറയുക? ബ്രിട്ടീഷുകാരനായ അല്ലയോ ബ്രിട്ടീഷ് രാജ്ഞി, അല്ലയോ രാജാവേ, താങ്കളോട് ഞങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്? താഴ്മയെ അപേക്ഷിക്കുകയാണ്. അതിനദ്ദേഹം കൂട്ടുപിടിച്ചത് എന്താണ്? പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് സാധാരണ ഒരാൾ കത്തെഴുതുമ്പോൾ എത്ര മനോഹരമായി നുണ പറയുന്നു, എത്ര മനോഹരമായി കള്ളങ്ങൾ പറയുകയും എന്ത് വിളച്ചതരമാണ് താങ്കൾ ഈ കൃഷ്ണദാസ് പറഞ്ഞത്. എങ്ങനെയാണ് ഇതിനെ കൂട്ടിക്കെട്ടുന്നത്? ആ മാപ്പിരക്കലിനെ പറയുന്നത് ഒരാളല്ല പറഞ്ഞു പോയത്, പറയുന്നത് ഞങ്ങളാണ്. ഞങ്ങളെല്ലാവരും, എൻ്റെ പിന്നാലെയുള്ളവരൊക്കെ ഇതാ വരികയാണ്, ഞങ്ങൾ ഇനി ബ്രിട്ടീഷ് സർക്കാരിനോട് സമരം ചെയ്യാനില്ല, ഞങ്ങളുടെ ചോരയും നീര് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ ജനതയെ മൊത്തം വഞ്ചിച്ചിട്ട് വീണ്ടും ഇരുന്ന് പറയുകയാണ് ആ മാപ്പിരക്കൽ മഹത്തരമാണെന്ന്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഈ ചർച്ചയിൽ കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ ചരിത്രത്തിൻ്റെ വസ്തുതകളിൽ നിന്ന് ഒരു പ്രതിരോധവും ഉയർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധം നഷ്ടപ്പെട്ട ഒരാളുടെ ആക്ഷേപങ്ങളായിട്ട് മാത്രമേ ഞാൻ കൃഷ്ണദാസിൻ്റെ വാദങ്ങളെ കാണുന്നുള്ളൂ. മിസ്റ്റർ കൃഷ്ണദാസ്, സവർക്കറുടെ ഒരു സമ്പൂർണ്ണ ജീവചരിത്രമാണ് വിക്രം സമ്പത്ത് എഴുതിയിട്ടുള്ളത്. സവർക്കറെ അനുകൂലിച്ചെഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണത്. വിക്രം സമ്പത്തിൻ്റെ സവർക്കർ ജീവചരിത്ര കൃതിയിൽ വിക്രം സമ്പത്ത് എത്ര ശ്രമിച്ചിട്ടും ഈ മനുഷ്യനെ ഒരു ദേശസ്നേഹിയോ ദേശീയവാദിയോ ആക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പുസ്തകം ഏറ്റവും ഒടുവിൽ വിശകലനം ചെയ്ത് എഴുതിയിട്ടുള്ള ആളുടെ പേര് അരുൺ ഷൂരി എന്നാണ്. സവർക്കർ എന്ന ബിംബത്തെ സംബന്ധിച്ചുള്ള വസ്തുതകൾ എന്താണ്? അദ്ദേഹം ഈ പറയുന്നത് പോലെ വീരനായിരുന്നു, ധീരനായിരുന്നു, അല്ല, പോലീസ് പിടിയിലും ജയിലിലും എത്തപ്പെട്ടപ്പോൾ വീരത്വം മൂലം പേടിച്ച് വിറച്ച് ഭരണാധികാരികളോട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് മാപ്പ് അപേക്ഷിച്ച ആളാണോ? അതെ, പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഇടപെടല്ല, നിങ്ങൾക്ക് സമയം തരുമല്ലോ, നിങ്ങൾക്ക് സമയം തരുമല്ലോ. ഇല്ല, അത് ശരിയല്ല, ഞാൻ സംസാരിക്കട്ടെ, ഞാൻ എൻ്റെ അല്ല, അത് ചോദിച്ചോ, അത് കൃഷ്ണദാസ് ചോദിച്ചോ, സമയമുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയും. ഇത് ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയുമ്പോൾ താങ്കൾ ഇടപെടല്ല. ഞാൻ വിക്രം സമ്പത്തിൻ്റെ സവർക്കറുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ 2012 സെല്ലുലാർ ജയിൽ സന്ദർശിക്കുന്ന അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് ഹോം മെമ്പർ സർ റെജിനാൾഡ് SH ക്രസോക്കുമായിട്ട് തൻ്റെ സങ്കടങ്ങൾ മിസ്റ്റർ സവർക്കർ തുറന്നു പറയുന്ന ഭാഗമുണ്ട്. എന്താ റെജിനാൾഡിനോട് സവർക്കർ പറഞ്ഞത്? ഞാൻ വളരെ പ്രായം കുറഞ്ഞ ഒരാളാണ്, 10-27 വയസ്സേ ഉള്ളൂ, എനിക്ക് 50 വർഷമാണ് ശിക്ഷ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല തെറ്റ് ചെയ്ത്, ഒരു വൈകാരിക ആവേശത്തിലാണ് ഈ തെറ്റുകളൊക്കെ ചെയ്തു പോയത്. അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ലോകത്തെല്ലാവരോടും പൊറുക്കുന്നൊരു ഗവൺമെൻറ്റാണല്ലോ, എനിക്ക് ഇത് പൊറുത്ത് മാപ്പ് തരണം. അങ്ങനെ മാപ്പ് തന്നു കഴിഞ്ഞാൽ, ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ, ഞങ്ങളുടെ ആളുകളെയാകെ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ, ബ്രിട്ടീഷ് മഹാറാണിയുടെ ഭരണം എക്കാലത്തും ഇന്ത്യയിൽ നിലനിർത്താൻ, ബ്രിട്ടീഷ് ഭരണത്തെ ശാശ്വതീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തും, അതിനെനിക്ക് സാധിക്കും, അതിനുള്ള സംഘടനാബലം എനിക്കുണ്ട് എന്നൊക്കെ റെജിനാൾഡ് ക്രസോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഹോം മെമ്പറെ പറഞ്ഞ് അയാളുടെ കാല് പിടിച്ച് സങ്കടം പറഞ്ഞ ആളാണ് നിങ്ങളുടെ ഈ വീര സവർക്കർ. അപ്പം ചരിത്രത്തിൽ സവർക്കറെ വീരനാക്കാനോ സവർക്കറെ ദേശീയവാദിയാക്കാനോ ഒന്നുമില്ല. മറ്റൊരു വിഷയം, അദ്ദേഹം മാപ്പപേക്ഷയിൽ എഴുതിയ വാചകങ്ങൾ തന്നെയാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയെ അല്ലെങ്കിൽ ഗവർണറെ ഒക്കെ തന്നെ സർ എന്ന് വിളിക്കുന്നതിനൊന്നും ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതൊരു ഔദ്യോഗിക ഭാഷയാണ്, അതിലൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം എന്താണ്? ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഇദ്ദേഹം എന്താണ്? ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരായി പ്രവർത്തിക്കില്ല, ഞാൻ സായുധ സമരം ഉപേക്ഷിച്ചു, ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു തരത്തിലുള്ള നീക്കുവരി നടത്തില്ല, എനിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സ്തുതിക്കാനും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ശാശ്വതീകരിച്ച് നിർത്താനും ആവശ്യമായ പ്രവർത്തനം നടത്താൻ എന്നെ പുറത്തു വിടണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പുറത്തുപോയി രത്നഗിരി ജില്ലയിൽ താമസിക്കുമ്പോൾ കൃഷ്ണദാസേ, ഈ സവർക്കർ അന്നത്തെ രത്നഗിരി ജില്ലാ കലക്ടർക്ക് എഴുതിയ ഒരു കത്തുണ്ട്.
ആ കത്തിൽ എന്താണെന്നോ പറഞ്ഞത്, സെല്ലുലാർ ജയിലിൽ നിന്ന് എന്നെ പുറത്തു വിടുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഉണ്ടായ ധാരണയനുസരിച്ച് പുറത്തു വന്ന് പ്രവർത്തിക്കുന്ന എനിക്ക് അലവൻസ് തരണമെന്നാണ്. ആ കത്ത് പരിഗണിച്ച് എല്ലാ മാസവും ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തെ അസ്ഥിരീകരിക്കുന്ന രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഒറ്റ കാശ് വാങ്ങിച്ച ആളാണ് ഈ സവർക്കർ. ആ ഒറ്റ കാശ് വാങ്ങിച്ച സവർക്കറെ ന്യായീകരിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായിരിക്കുന്നു എന്നത് നിങ്ങളുടെ അപകടകരമായ ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. ആ പ്രത്യയശാസ്ത്രം ഫാസിസമാണ്. പ്രധാനമന്ത്രി ഇന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ന്യായീകരിച്ച RSS ഉണ്ടല്ലോ, ഫാസിസത്തിന്റെ ഇന്ത്യൻ കാലാൾപ്പടയാണ്. ആ രണ്ട് സംഘടനയും, അതിൽ നരേന്ദ്രമോദി അതിൽ അംഗമായതുകൊണ്ട്, ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൽ അംഗമായതുകൊണ്ട് RSS ന്യായീകരിക്കപ്പെടില്ല. ധാർമ്മികമായി ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സംസാരിക്കാനോ അതിൻ്റെ ഭാഗമാകാനോ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് സംസാരിക്കാനോ ഒരവകാശവുമില്ലാത്ത ഏക സംഘടനയാണ് RSS. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തിയ മുസ്ലിം ലീഗ് പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കൃഷ്ണദാസെ. എന്നാൽ മതരാഷ്ട്രവാദം ഉയർത്തിയ നിങ്ങളുടെ സംഘടന ഹിന്ദു മഹാസഭയും RSSും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരം കോൺഗ്രസ് നടത്തുന്നത് മുസ്ലിങ്ങൾക്കെതിരായി സമരം ചെയ്യേണ്ട ഇന്ത്യക്കാരുടെ ശക്തിയെ ചോർത്തിക്കളയാനാണെന്ന് ആക്ഷേപം പറഞ്ഞ ആളാണ് ഗോൾവാൾക്കർ. ഗോൾവാൾക്കറുടെ വിചാരധാര നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ വിചാരധാരയിൽ ഗോൾവാൾക്കർ എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? ഇതെല്ലാം നന്നായി അറിയുന്ന ആളാണ് കൃഷ്ണദാസ്. അറിയാഞ്ഞിട്ടല്ല, ആപൽക്കരമായ ഒരു പ്രത്യയശാസ്ത്രത്തെ മുഖമൂടിയടിയിട്ട് ഇത് ഗാന്ധിയുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഒക്കെ പ്രസ്ഥാനമാണ്. എന്താ നിങ്ങൾ നെഹ്റുവിനെ മാറ്റിയത്? നിങ്ങൾ ഗാന്ധിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിക്കുക മാത്രമല്ല, നെഹ്റുവിനെ നിരാകരിച്ചു. നെഹ്റു ആധുനികമായ ഒരു രാഷ്ട്രമെന്ന ആശയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കമാക്കി മാറ്റുന്നതിൽ അംബേദ്കർക്കൊപ്പം ധീരമായ നിലപാടെടുത്താണ്. കോൺഗ്രസിലെ തന്നെ നിങ്ങളാളുകളെ, കോൺഗ്രസിലെ തന്നെ ഹിന്ദുത്വവാദികളെ നേരിട്ട് കൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടുമാണ് നെഹ്റു ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് നേഷൻ എന്ന സങ്കല്പം, ഒരാധുനിക ഇന്ത്യ എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് നെഹ്റുവിനോട് വെറുപ്പാണ്. നിങ്ങൾ ഗാന്ധിയെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഗാന്ധിയെ കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ അപകട. അടുത്ത സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി ഉണ്ടാവില്ല, സവർക്കറും ഗോഡ്സെ ആയിരിക്കും വരിക. ഇപ്പോൾ സവർക്കറേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു അപകടകരമായ ഒരു പ്രവണതയാണ്. ഈ പ്രവണതയെ ഇന്ത്യയിലെ ദേശാഭിമാനികളായ ജനാധിപത്യവാദികളായ ഇന്ത്യയുടെ ചരിത്ര അറിയാവുന്ന എല്ലാ ആളുകളും ഒന്നിച്ചിന്ന് പ്രതിരോധിക്കണം. ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. ഇപ്പോൾ ചരിത്രത്തിൽ തെറ്റുകൾ പറ്റാം. ആ തെറ്റ് ഏറ്റുപറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നതൊരു തെറ്റാണ്. ആ തെറ്റ് നിങ്ങൾ ജനങ്ങളോട് എന്താ ഏറ്റുപറയാത്തത്? നിങ്ങളുടെ ശാഖകളിൽ ഇപ്പോഴും എന്താണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ശക്തിയെ ചോർത്തിക്കളഞ്ഞ അപകടകരമായ ഒരു ഗാന്ധിയൻ നിലപാടായിരുന്നു എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കുഞ്ഞാലി മരക്കാരെ ദേശീയ നേതാവായി അംഗീകരിക്കുമോ? ദേശീയ പുരുഷനായി അംഗീകരിക്കുമോ? നിത്യചൈതന്യ യതി തന്നെ അയാൾ RSSന്റെ ശാഖയിൽ കുട്ടിക്കാലത്ത് പോയ ആളാണ്. താൻ ശാഖയിൽ നിന്ന് വിട്ടുപോരേണ്ടി വന്ന കഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ശാഖയിൽ കുട്ടികളോട് ഇന്ത്യയുടെ ദേശീയ പുരുഷന്മാരെ പേര് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ പേര് പറയുന്ന കൂട്ടത്തിൽ നിത്യചൈതന്യ യതി കുഞ്ഞാലി മരക്കാരുടെ പേര് പറഞ്ഞു. കുഞ്ഞാലി മരക്കാരെ പോലെ ധീരനായ മറ്റേത് ദേശീയ പുരുഷനാണ് നമുക്കുള്ളത്? അപ്പോൾ കുഞ്ഞാലി മരക്കാർ ദേശീയ പുരുഷനല്ല. എന്താ കാര്യം? അയാൾ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഹിന്ദുക്കൾ മാത്രമേ ദേശീയ പുരുഷന്മാരും. അപ്പോൾ നിങ്ങളുടെ ദേശീയ പുരുഷത്വം, നിങ്ങളുടെ ദേശീയത എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയിൽ അധിഷ്ഠിതമാണ്, അല്ലാതെ സാമ്പ്രായത്വ വിരുദ്ധതയിൽ അധിഷ്ഠിതയല്ല. ഇന്ത്യയുടെ ഈ ആഗസ്റ്റ് 15 200 വർഷക്കാലം നീണ്ടുന്ന പ്ലാസി യുദ്ധത്തിന് ശേഷം 1947 വരെയുള്ള 200 വർഷക്കാലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ സമരത്തിൻ്റെ, കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു ചരിത്രഘട്ടത്തെ സൂചിപ്പിക്കുന്ന ദിനമാണ്. ആ സുദിനം സവർക്കറെ പോലെ ആ സമരത്തെ വഞ്ചിച്ച ഒരാളുടെ ഫോട്ടോ വെച്ചാണ് നിങ്ങൾ സന്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനാണ് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടത്.